ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സെക്ഷൻ ഇയുടെ നെക്സ്റ്റ് എപ്പിസോഡാട്ടോ. സോ എല്ലാവരും ഇതിന് കട്ട വെയിറ്റിംഗ് ആണെന്നുള്ള മനസ്സിലായിട്ടുണ്ട്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതൊരു ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇവരെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ യൂറി ചോദിക്കുന്നുണ്ട് അവളോട്, നീ സൈറസിനെ കാണാൻ വേണ്ടിയിട്ടല്ലേ അങ്ങോട്ടേക്ക് പോകുന്നത്? അപ്പോൾ കെയ്ഫറും ചോദിക്കുന്നുണ്ട് അതിനല്ലേ പോയതെന്ന്. അപ്പോൾ അവൾ പറയുന്നത്, എന്തിനാണ് അതിന് വേണ്ടി ഞാൻ പോകുന്നത്, എന്തിനാണ് അവനെ കാണാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് അസൂയാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രണ്ടുപേരും ഒരുമിച്ച് മറുപടി പറയുന്നത്, നമ്മുടെ കെയ്ഫർ ആണെങ്കിൽ യെസ് എന്നും അതുപോലെ തന്നെ യൂറി ആണെങ്കിൽ നോ എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജെ ആണെങ്കിൽ എന്താ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ യൂറി പറയുന്നുണ്ടാവും, ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ നീ എങ്ങനെയായിരുന്നു രക്ഷപ്പെടുന്നുണ്ടായിരിക്കുക, നീ എന്തായിരുന്നു ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ കെയ്ഫർ പറയുന്നുണ്ട്, യെസ് എനിക്ക് ജലസ് ആയിരുന്നു, എൻ്റെ ഗേൾ ഫ്രണ്ട് അവളുടെ എക്സിനെ വേണ്ടി കാണാൻ വേണ്ടി പോകുമ്പോഴൊക്കെ എനിക്ക് പിന്നെ ജലസ് ഉണ്ടാവില്ലേ. അതുപോലെ തന്നെ സെക്ഷനിലെ എല്ലാവരോടും കൂടെ കെയ്ഫർ ചോദിക്കുന്നുണ്ടായിരുന്നു, പറയുക ഗൈസ്, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അവളുടെ എക്സിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങളുടെ ഫീലിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് ജലസ് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ജലസ് ഉണ്ടാവും, അതുപോലെ തന്നെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് നല്ല ഓപ്പൺ ആയിട്ട് തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഓരോരുത്തർ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ജയജനക്ക് ഇങ്ങനെ ആലോചിച്ച് അന്തം വിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പലരും പല രീതിയിലായിരുന്നു അവിടെ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ കെയ്ഫർ അവളോട് പറയുന്നുണ്ടോ, നീ ഇനി അവൻ്റെ അടുത്തേക്ക് ഗെയിമിന് അവനുള്ള സ്ഥലത്തേക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ നിന്നെ റൂമിലിട്ട് ലോക്ക് ചെയ്തിട്ട് അവിടെ പൂട്ടിയിട്ടെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യൂറി ആണെങ്കിൽ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമുക്ക് നേരെ സൈറസിനെ കൊന്നു കളിയിൽ ഏറ്റവും ബെറ്റർ എന്നുള്ള കാര്യം പറയുമ്പോൾ കെയ്ഫറും പറയുന്നുണ്ട് എക്സാക്ട്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അവനും ആരും ഇതിനോട് സപ്പോർട്ടഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ജെ ആണെങ്കിൽ അന്തം വിട്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവരെല്ലാവരും കൂടെ അവർ ക്യാമ്പയിൻ ചെയ്ത് അങ്ങോട്ടേക്ക് വരുന്നതാണ്. അവർ ക്യാമ്പയിൻ ചെയ്ത സ്ഥലത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ടെന്റും കാര്യങ്ങളും ഒക്കെ മൊത്തത്തിൽ ആകെ അലങ്കോലാക്കി ഇട്ടിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അവർ കാണുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു കേർച്ചീഫും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഏതൊരു ഗേളിൻ്റെയാണ്, സെക്ഷൻ എയിലെ ഏതൊരു ഗേളിൻ്റെ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത് ക്യാമ്പയിൻ ഇവരുടെ ടെന്റും കാര്യങ്ങളൊക്കെ നശിപ്പിച്ച് അവരാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. സിയാൻ്റെ ടെന്റ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അലങ്കോലായിട്ട് നശിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അങ്ങനെ പൊന്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു പാമ്പിനെ കാണുന്നുണ്ട്. അവർ ആദ്യം ഒറിജിനലാണെന്ന് വിചാരിച്ചു, പക്ഷേ ഒരു ഡമ്മി പാമ്പായിരുന്നു കേട്ടോ അത്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ജെയ്ക്ക് സെക്ഷനിലെ ബാക്കിയുള്ളവർക്കും കൂടെ ഓരോ ഐഡിയാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സെക്ഷൻ എയിലുള്ളവർക്ക് പണി കൊടുക്കാനാണെന്ന് തോന്നുന്നു. ഒന്നിൽ മാത്രമല്ല, പണി കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ നമ്മുടെ സെക്ഷനിലെ പിള്ളേരെല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പാമ്പിനെ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ അവർക്ക് പണി കൊടുക്കാൻ നോക്കണം. അവരാണെങ്കിൽ ഗേൾസ് അല്ലേ, സോ അവരെല്ലാവരും കൂടെ റിയൽ ആണെന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. അങ്ങനെ അവരുടെ സെക്ഷനിലെ സാധനങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ എല്ലാവരും കൂടെ സെക്ഷനിലെ പിള്ളേരെല്ലാവരും സെക്ഷൻ എന്ന് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവരെല്ലാവരും കൂടെ ക്യാമേജ് ചെയ്യുന്ന ആ ടെൻറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇവർക്കാണെങ്കിൽ എല്ലാ ടെൻറ്റും നശിച്ച് കിടക്കുകയാണല്ലോ. സോ ഇവർക്ക് ഇങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് സെപ്പറേറ്റ് ആയിട്ട് ടെൻറ്റിൽ കിടക്കാൻ പറ്റില്ല. അപ്പോൾ സിയാനാണെങ്കിൽ സിയാൻ്റെ ടെൻറ്റ് നല്ലോണം നശിച്ച് കിടക്കായതുകൊണ്ട് തന്നെ ജെയുടെ ടെൻറ്റിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. കെയ്ഫർ ആണെങ്കിൽ പറയുന്നുണ്ട് ജെ ഒരു പെൺകുട്ടിയാണ്, സോ അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു ടെൻറ്റും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഞാനല്ലാതെ കെയ്ഫറിന് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ യൂറി പറയുന്നുണ്ട് അവൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ ടെൻറ്റ് ഷെയർ ചെയ്യേണ്ട, പക്ഷേ കെയ്ഫറും ചെയ്യേണ്ട എന്നുള്ള രീതി പറയുമ്പോൾ ഡേവിഡ് പറയുന്നുണ്ട് അത് അവളുടെ ഇഷ്ടമല്ലേ, അവൾ പറയട്ടെ എന്നുള്ളത്. നമ്മുടെ ജെ പറയുന്നത് എൻ്റെ ടെൻറ്റിൽ ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് സിയാൻ കിടന്നോട്ടെ എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ കെയ്ഫർ ആണെങ്കിൽ നിൻ്റെ ഇഷ്ടം എന്നുള്ള രീതിയിൽ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജെ ആണെങ്കിൽ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. സോ അവൾ കുളിച്ച് വരുന്ന ഇടയിലാണെങ്കിൽ അവളുടെ ഫ്രണ്ടായിട്ടുള്ള റാഖീനെ കാണണം. സോ അവളുമായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് പാമ്പുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ രീതിയിൽ സംസാരിച്ചതിന് ശേഷം തന്നെ അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ജെയുടെ കഴുത്തിൽ ഒരു മാക്കും കാര്യങ്ങളൊക്കെ. ജെയുടെ കഴുത്തിൻ്റെ അവിടെ ഒരു റെഡ് കളറാണ് അവൾ കാണുന്നത്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ഇത് ആരാക്കിയതാണ്, കെയ്ഫർ ആക്കിയതാണോ, നീയും കെയ്ഫറിൻ്റെ റിലേഷൻഷിപ്പിലാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്, അത് സത്യമാണോ, അത് അവൻ ആക്കിയതാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട് കെയ്ഫർ ആക്കിയതാണോ, കെയ്ഫർ ആക്കിയതാണെങ്കിൽ നീ എന്നോട് പറയണം, കാരണം അവൻ ഭയങ്കര ജലസ് ആയി കഴിഞ്ഞാൽ ഓരോന്നും കാട്ടിക്കൂട്ടുന്ന ഒരാളാണ്, അവനൊരു തീരെ ശരിയില്ല എന്നുള്ള രീതിയിലൊക്കെ ആ റാക്കി സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൾ നിന്നോട് മാത്രമല്ല വേറെ ഗേൾസിനോട് അവൻ അങ്ങനെ ചെയ്യലുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. നീ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല കെയ്ഫർ എന്നുള്ള കാര്യം പറയുന്നുണ്ട് റാക്കി. അതുപോലെ തന്നെ അവൾ ചോദിക്കുന്നുണ്ട് ആരുമായിട്ടാണ് അത് ചെയ്തത് എന്നുള്ള കാര്യം പറയുമ്പോൾ ഫ്രൈ ആയിട്ടാണ്. ഫ്രൈയെ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നടക്കുന്ന ഒരു ഗേൾ ആണല്ലോ, അവൾ പുറത്ത് കുറച്ച് ഹാർഡ് ആണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗേളാണ്. സോ അവൾക്കൊക്കെ അത് ഇരിക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് റാക്കി പറയുന്നത്. വീണ്ടും റാക്കി ചോദിക്കുന്നുണ്ട് ഇത് കെയ്ഫർ ആക്കിയതാണോ, കെയ്ഫർ ആക്കിയതാണെങ്കിൽ നീ എന്നോട് പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജെ പറയുന്നുണ്ട് ഇത് അവൻ ആക്കിയതല്ല എന്നുള്ള കാര്യം. പിന്നീട് നമ്മൾ കാണുന്നത് ജെയും സെക്ഷൻ എയും സെക്ഷൻ ഇയിലും പിള്ളേരെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ജെ ആണെങ്കിൽ സന്തോഷത്തോടുകൂടി ഫുഡ് ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമ്പോൾ അവളുടെ ഫുഡ് തട്ടിയിടുന്ന രീതിയിൽ ഫ്രേയ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഫുഡ് നേരെ തെറിച്ച് പോകേണ്ട, അത് അത്ര നല്ലതല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ തന്നെ ഫ്രേയ അവളോട് പറയുന്നുണ്ടായിരുന്നു ഞാനൊരു കാര്യം കേട്ടല്ലോ, നീ ചൂസ് ചെയ്ത് എന്തായാലും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യങ്ങളൊക്കെ കുത്തിയിട്ടാണ് അവളോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മൈക്കൊക്കെ പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കും ഫ്രേയ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അവളിങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ ഉപദ്രവിക്കാന്നുള്ള രീതിയിൽ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് യൂറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂറിൻ്റെ അടുത്തേക്ക് ഫ്രേയ ചെന്നിട്ട് പറയുന്നുണ്ട്, നീ ഭയങ്കര നല്ലവനായിട്ടൊന്നും നിൽക്കണ്ട, നിൻ്റെ സത്യങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് നേരെ ജേജൻ്റെ അടുത്തേക്ക് പിന്നീട് പോകുന്നുണ്ട്. അപ്പോൾ ജേജ ഫ്രേയനോട് ചോദിക്കും, എന്താ നിൻ്റെ പ്രശ്നം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അവൾ പറയും, നീ ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ പ്രശ്നം എന്നുള്ളത്. ആ സമയത്ത് ഫെലിക്സ് ആണെങ്കിൽ ഫ്രേയനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ കാട്ടുന്നത് നിനക്കറിയോ, നീ എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രേയ ആണെങ്കിൽ തിരിച്ച് അവനോട് പറയുന്നുണ്ട്, നീ എന്നോട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത് നിന്റെ ബ്രദർ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നിനക്കറിയോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ കേട്ടിട്ട് ജേജ എനിക്ക് പേഴ്സിയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഫെലിക്സ് പറയുന്നുണ്ടായിരുന്നു, അവന് പോയി, പേഴ്സി പോയി, അവൻ്റെ ബ്രദർ പോയി, നീയും പോയി എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ജേജ വീണ്ടും ഞെട്ടി പേഴ്സിയോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഫ്രേയ അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് പേഴ്സി അറിയോ എന്നുള്ള രീതിയിൽ സംസാരിക്കും. അതുപോലെ തന്നെ നിനക്ക് നിന്റെ സെക്ഷനിലുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എന്നെ എന്താ ചെയ്തെന്നുള്ള കാര്യം നിനക്ക് അറിയോ. അപ്പോൾ അവൾ ഇല്ലാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അവൾ എന്താണ് എന്നെ ചെയ്തതെന്നുള്ള കാര്യം നീ അറിയണം, അത് കഴിഞ്ഞിട്ടുള്ള നിന്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്താണെങ്കിൽ നമ്മുടെ ജേജ ആണെങ്കിൽ ആകെ ഞെട്ടി അമ്പരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. യൂറി, കെയ്ഫർ എല്ലാവരും അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് പ്രശ്നവും കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ കെയ്ഫർ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര ടയർഡാണ്, നല്ല രീതിയിൽ വിശക്കുന്നുമുണ്ട്, എല്ലാം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നു. അപ്പോഴും ജേജ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ പ്രശ്നം എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ കെയ്ഫർ പറയുന്നുണ്ട്, അതിപ്പോൾ നീ അറിയേണ്ട കാര്യമല്ല എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, എന്താണെന്നുള്ളത് എനിക്ക് അറിയണം, എന്തോ വലിയ പ്രശ്നമാണല്ലോ, സോ അത് അറിയണമെന്ന് പറയുമ്പോൾ വീണ്ടും കെയ്ഫർ പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ ഭാഗത്തുള്ളൊരു തെറ്റാണ്, ഞങ്ങൾ ചെയ്തൊരു തെറ്റാണ്, അത് നീ അറിയണം എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അപ്പോൾ ജേജ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ആരാന്നുള്ള രീതിയിലൊക്കെ എന്ന കാര്യങ്ങൾ നമ്മളോട് പറയാത്തത് കൊണ്ട് തന്നെ ആ രീതിയിൽ സംസാരിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജേജ അവിടെ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ അവളൊരു പെൺകുട്ടി ഇങ്ങനെ കരയുന്നത് കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ആരാണ് ഇവിടെ ഇരുന്നിട്ട് ഈ സമയത്ത് കരയണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ അവിടെ നമ്മുടെ ഫ്രേയ ആണെങ്കിൽ ഇന്ന് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. അവളാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കരയുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ നമ്മുടെ ജേജയെ കാണുന്നുണ്ട്. അപ്പോൾ ജേജനോട് അവൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, നേരത്തെ ആ പ്രശ്നത്തിനെ തുടർന്നാണോ നീ എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ വന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ ജേജ പറയുന്നുണ്ട്, എന്താണ് സംഭവം എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഫ്രേയ ചോദിക്കുന്നുണ്ട്, ഞാൻ വിചാരിച്ചു നിൻ്റെ ഫ്രണ്ട്സ് നിന്നോട് ആ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം. കൂടാതെ ഫ്രേയ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നിന്നോട് ആർഗ്യൂ ചെയ്യാനുള്ള ഒരു മൂഡിലല്ല ഞാൻ എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. അങ്ങനെ ജേജനോട് അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട് തന്നെ ഫ്രേയ പറയുന്നുണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ടായിരുന്നു, പേഴ്സി പോയതിനു ശേഷം യൂറിയായിട്ട് അവൻ റിലേഷനിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു റിലേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടെ ഒരു ബോയ്സിൻ്റെ സ്വഭാവം വെച്ചിട്ട് അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ യൂറി പോയ പോലെ അങ്ങനെ യൂറി അവളെ വിട്ടേച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നീടായിരുന്നു അവൾ കെയ്ഫറുമായിട്ട് റിലേഷൻ ആയിട്ടുണ്ടായിരുന്നത്. കെയ്ഫർ ആണെങ്കിൽ യൂറിനെ പോലെ ആയിരുന്നില്ല, അവളെ ഒരു റാണിയെ പോലെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അവളാണെങ്കിൽ ആ ഒരു റിലേഷൻ നല്ല രീതിയിൽ എൻജോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണെങ്കിൽ കൂടെ അവനുമായിട്ടുള്ള ഒരു ഇതിലാണെങ്കിൽ കൂടെ യൂറിനോട് ഒരു ഇഷ്ടവും കാര്യങ്ങളും ചെറുതായിട്ട് മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു പൊസസീവ്നെസ്സിനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രേയനെ നമ്മുടെ കെയ്ഫർ നല്ല രീതിയിൽ ഇട്ടിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അവൾ നല്ല രീതിയിൽ മാരകമായിട്ട് തന്നെ അടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സഹിക്കാൻ വയ്യാതെ അവളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇങ്ങനെ കറങ്ങാനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൂടെ ആ ഒരു ദേഷ്യവും കാര്യങ്ങൾ അവളോട് തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബ്രേക്കപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ജേജനോട്. അപ്പോൾ ജേജയാണെങ്കിൽ കൂടെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ ചെറിയൊരു വിഷമമുണ്ടെങ്കിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര കൂടുതലായിട്ട് വിഷമം കൂടിയ ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ സത്യങ്ങളും കാര്യങ്ങളൊക്കെ ജേജ അറിഞ്ഞതുകൊണ്ട് തന്നെ അവളെ ഹഗ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫ്രേയ ആണെങ്കിൽ ഹഗ് ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ അവളെ തള്ളി മാറ്റി പോകുന്നുണ്ടായിരുന്നു. ഇത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. തുടർന്ന് എന്താണ് അവളുടെ ആറ്റിറ്റ്യൂഡിൽ, ഫ്രണ്ട്സുമായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളും വരുന്നുണ്ടാവുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജേജ ഫേസ് ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് തുടർന്നുള്ള എപ്പിസോഡിൽ കാണാം കേട്ടോ. കൂടാതെ നമ്മുടെ സെക്ഷനിയുടെ നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നുണ്ടായിരിക്കും ഈ ഫ്രൈഡേ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ റിലീസായ സമയത്ത് തന്നെ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്നുണ്ട്, അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. ദിസ് ഈസ് സൈനിങ് ഔട്ട്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.